സമകാലീന മലയാള സാഹിത്യത്തിൽ ഏറ്റവും വ്യാപകമായ ജനപ്രീതി നേടിയ കൃതിയായ കല്യാണിയെന്നും ദാക്ഷാണിയെന്നും പേരായ രണ്ട് സ്ത്രീകളുടെ കഥ എന്ന നോവലിൻ്റെ കർത്താവാണ് ആർ രാജശ്രീ. ആയിരത്തി 1977 ജൂലൈ 22 കണ്ണൂർ ജില്ലയിലെ പറശ്ശിനിക്കടവിൽ ജനനം. അച്ഛൻ PN രാജപ്പൻ മാസ്റ്റർ, അമ്മ ആർ രാജമ്മ. പയ്യന്നൂർ കോളേജ്, ഗവൺമെൻറ് ബർണൻ കോളേജ് തലശ്ശേരി, ഗവൺമെൻറ് ട്രെയിനിങ് കോളേജ് തലശ്ശേരി എന്നിവിടങ്ങളിൽ വിദ്യാഭ്യാസം. ഡോക്ടർ KP മാലതിയുടെ കീഴിൽ ശ്രീ സ്വത്ത് നിർമ്മതി സ്ത്രീ രചനകളിൽ എന്ന വിഷയത്തെ മുൻനിർത്തി നടത്തിയ പഠനത്തിന് കണ്ണൂർ സർവകലാശാലയിൽ നിന്ന് PhD ലഭിച്ചു. മുതൽ 2005 വരെ കോഴിക്കോട് സെൻറ്റ് ജോസഫ് ആംഗ്ലോ ഇന്ത്യൻ ഗേൾസ് HSSലും പിന്നീട് വിവിധ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളുകളിലും അധ്യാപികയായി പ്രവർത്തിച്ചു. തുടർന്ന് കോഴിക്കോട് ഗവൺമെൻറ് ആർട്സ് കോളേജ്, കണ്ണൂർ KMM ഗവൺമെൻറ് വനിതാ കോളേജ്, ഗവൺമെൻറ് കോളേജ് കാസർഗോഡ് എന്നീ കലാലയങ്ങളിൽ അധ്യാപികയായിരുന്നു. ഇപ്പോൾ തലശ്ശേരി ഗവൺമെൻറ് ബർണൻ കോളേജ് മലയാള പഠന വിഭാഗം അസിസ്റ്റൻ്റ് പ്രൊഫസറായി പ്രവർത്തിച്ചു വരുന്നു. വിദ്യാർത്ഥിയായിരിക്കെ ചെറുകഥകൾ എഴുതി തുടങ്ങി. കണ്ണൂർ സർവകലാശാല കലോത്സവത്തിൽ ചെറുകഥാ മത്സരത്തിൽ സമ്മാനം നേടിയിട്ടുണ്ട്. ദീർഘമായ ഇടവേളയ്ക്ക് ശേഷം ഫേസ്ബുക്കിൽ കല്യാണിയുടെയും ദാക്ഷാണിയുടെയും കഥ എഴുതി തുടങ്ങി. ആഖ്യാനത്തിൻ്റെ വ്യത്യസ്തത കൊണ്ടും പാത്രസൃഷ്ടിയുടെ സവിശേഷതയായാലും ഗ്രാമീണ ജീവിതത്തിൻ്റെ ആർജവം പ്രകടമാകുന്നതിനായാലും സൈബർ ലോകത്തിലെ താരങ്ങളായി കല്യാണിയും ദാക്ഷാണിയും മാറി. തുടർച്ചയായി എഴുതിയ കഥകൾ നോവലായി പരിണമിച്ചു. മാതൃഭൂമി ബുക്സ് പ്രസിദ്ധീകരിച്ച കല്യാണി എന്നും ദാക്ഷാണി എന്നും പേരായ രണ്ട് സ്ത്രീകളുടെ കഥ എന്ന നോവൽ മലയാളത്തിലെ പുസ്തക പ്രസാധന ചരിത്രത്തിലെ അപൂർവതയായി. പ്രകാശനത്തിനു മുമ്പേ ആദ്യ പതിപ്പ് വിറ്റുതീർന്നു. നായികാ നിർമ്മിതി വഴിയും പൊരുളും, കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് 2018. അപസർപ്പആഖ്യാനങ്ങൾ, ഭാവനയും രാഷ്ട്രീയവും, ലോഗോസ് ബുക്സ് 2018. കല്യാണി എന്നും ദാക്ഷായണി എന്നും പേരായ രണ്ട് സ്ത്രീകളുടെ കഥ, മാതൃഭൂമി ബുക്സ് 2019. നോവലിനുള്ള കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം കല്യാണി എന്നും ദാക്ഷായണി എന്നും പേരായ രണ്ട് സ്ത്രീകളുടെ കഥയ്ക്ക് 2021 ലഭ്യമായിരുന്നു.